വേറൊരു ഇന്റർവ്യൂവിൽ വേറൊരു സാഹചര്യത്തിൽ ഞാൻ ബിജുബാലേട്ടനോട് സംസാരിക്കുമ്പോൾ മാണിക്യച്ചിറകുള്ള എന്ന പാട്ട് അവർ SPBയെ കൊണ്ട് പാടിക്കാനിരുന്നതാണ്. പക്ഷേ അത് ലാസ്റ്റ് വന്നെത്തിയത് ജോബേട്ടനാണ്. പാട്ട് പാടാൻ പറ്റിയത് നമുക്ക് ഒത്തിരി സന്തോഷം. ബിജുവേട്ടൻ പറഞ്ഞൊരു പോയിന്റ് തോന്നിയാൽ ജോബിന്റെ ശബ്ദത്തിലെ തുറവി, ഓപ്പൺനെസ് എന്നൊരു വേർഡ് എന്ന് പറയുന്നത് എനിക്ക് അപ്പോഴേ അത് ഹൂക്ക് ചെയ്തതാണ്. അപ്പം ഈ തുറവിയെ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ചേട്ടൻ്റെ പാട്ടിലെല്ലാം ഒരു വാണ്ടറർ അല്ലെങ്കിൽ ഒരു യാത്രികന്റെ ഒരു സോൾ എല്ലാ പാട്ടിലും ഉള്ളതായിട്ട്. ഇപ്പം മുല്ലയിലാണേലും ഒരു യാത്രയുണ്ട്, ഭാവമാണേലും അതെ. ഇനി യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഒത്തിരി യാത്രകൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഭയങ്കര ദൂരെ യാത്ര, മറ്റേ ഹിമാലയത്തിൽ പോക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു യാത്രയല്ല. ഞാൻ ഒട്ടും സ്ഥിരത ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത റെസ്റ്റ്ലെസ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള, നമ്മളുടെ സാഹചര്യത്തിന് പോസിബിൾ ആയിട്ടുള്ള എല്ലായിടത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതായത് ഒരു സ്ഥലത്ത് ഉറച്ച് ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണാതെ എനിക്ക് പറ്റത്തില്ല. അപ്പം ചിലപ്പം അതുകൊണ്ടായിരിക്കും എപ്പോഴും ആ ഒരു ഇൻ സെർച്ച് ഓഫ് ലോട്ട് ഓഫ് പ്രോബ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി മനുഷ്യരെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ഇൻട്രോവേർട്ട് അല്ലേ, നിങ്ങൾ പല ഇതിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നേരെ തിരിച്ചാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടം. പക്ഷെ എല്ലാവരോടും മാനസികമായിട്ട് അടുപ്പം വന്നോളണമെന്നില്ല, അത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ നല്ലൊരു ബേസിക് ഒരു ഹ്യൂമൻ സംഭവം എനിക്ക് പലരുടെ ജീവിതങ്ങൾ അറിയാൻ ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഒരു യാത്ര, ഒരു ട്രാവലറിന്റെ ഒരു സ്വഭാവം പല ഉറപ്പായിട്ടും ഇഷ്ടമാണ്. ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചേട്ടാ ഇങ്ങനെ ഒരു ഒന്ന് കണ്ടാ കൊള്ളാം, ഞാൻ ഓടി വരാൻ പറയും. ഞാൻ പറയും പെട്ടെന്ന് പോവാ, ഞാൻ ഇവിടെ ഉണ്ട്. അവര് വന്നാൽ ചിലപ്പോൾ അവര് പോകാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഞാൻ വിട്ടുകൊള്ളണമെന്നില്ല. ചില സമയത്ത് അങ്ങനെയൊക്കെ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആയ എനിക്ക് എല്ലാവരോടും സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അമ്മയും അച്ഛനൊക്കെ പറയും, എടാ നീ ഒരു പാട്ടുകാരനല്ലേ, ശബ്ദം കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും, ഫോണൊക്കെ വിളിച്ചാലും ചിലപ്പോൾ കുറേ നേരമൊക്കെ സംസാരിക്കും. അത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ട്രാവലർ ക്യാരക്ടർ പാട്ടുകളിൽ വരുന്നത്. ഇപ്പൊ വിജയേട്ടൻ, ഇപ്പൊ SPB സാറിന്റെ കാര്യം ഞാൻ അതിന്റെ ഒരു ഭാഗം കേട്ടിരുന്നു തോന്നുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അതൊരു ലെജൻഡറി സോങ് ആണ്. അതൊരിക്കലും മരണമില്ലാത്ത പാട്ടുകളൊന്നായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഇപ്പൊ റഫീഖ് സാറിന്റെ വരികളും. അപ്പോൾ അത് പാടാൻ ഞാൻ അതിന്നും ഞാനിങ്ങനെ അത് ശരിയാവോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്ഥിരം എൻ്റെ പരിപാടിയിൽ മുങ്ങാനുള്ള അത് വരണോ, അതിപ്പം ഓക്കെ. എൻ്റെ മെയിൻ പ്രോബ്ലം അതാണ്, ഒരു പാട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഞാനിത് ഡെലിവറി ചെയ്യുമോ എന്തൊക്കെയുള്ള അങ്ങനത്തേക്കുള്ള ഒരു പ്രശ്നം എനിക്കുണ്ട്, ഇൻഹിബിഷൻസ് ഉണ്ട്. പക്ഷേ അപ്പോൾ അവർക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് താനിങ്ങ് വന്നാൽ മതി, ബാക്കി കുഴപ്പമില്ല പറഞ്ഞു. അപ്പം പിന്നെ പുള്ളിയെ പോലെ ഒരു സീനിയറായിട്ട് ഇത്രയും നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞാൻ ചെന്ന് 40 മിനിറ്റ്, എനിക്കൊന്ന് അരമണിക്കൂർ 40 മിനിറ്റ് കഴിഞ്ഞു പരിപാടി. അപ്പം പുള്ളി പറയുന്നത് ആ സോൾ ഞാൻ ഇച്ചിരി മെച്ചപ്പെടുത്താനായിട്ട് മറ്റേ അത് ചേട്ടാ നമുക്കൊന്നും കൂടെ എടുക്കാമെന്ന്. പുള്ളി അതൊന്നും പറ്റില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി അത് കിട്ടിയിട്ടുണ്ട്, ഇനിയും പാടിയാലൊന്നും അതൊന്നും വരത്തില്ല. ചിലപ്പോൾ അതൊരു ആദ്യത്തെ ഒരു സാധനമായിരിക്കും. അപ്പം മൊത്തത്തിൽ ആ പാട്ടൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റേജുകളിലത് ആൾക്കാർ വേഗം റിസീവ് ചെയ്യുന്ന ഒരു പാട്ടല്ലേ. തുടങ്ങുന്ന സെക്കൻഡ് മുതൽ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്രമിക്കാനൊക്കെ ഉള്ള സമയമായിട്ട് ഒത്തുവരാറുണ്ട്. ചില സമയത്ത് ഓഡിയൻസും കൂടെ പാടും.